ഷാലുപ്പയുടെ ഒരമ്മയെ മർദ്ദിക്കുന്ന രീതിയിലൊരു വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അതിന് വിശദീകരണവുമായിട്ട് എത്തിയിരിക്കുകയാണ് ഷാലുപ്പയുടെ. എൻ്റെ ജീവിതത്തിൽ ഒരു അബദ്ധം പറ്റി എനിക്ക്. റോഡിൽ കിടന്ന് ഒരു 3 പിള്ളേരെയും ഒരു വട്ട് പിടിച്ച സ്ത്രീയെയും ഞാൻ ഒരു വീട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്, എന്നുവെച്ചാൽ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മോളില്ല, മോള് മരിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. കൊല്ലത്ത് വെച്ചാണ് ദയിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. ഇവർ നമ്മളെ പറ്റിച്ചായിരുന്നു. ഇതെനിക്ക് അറിവുണ്ടായിരുന്നു. ഇന്നതാ ഇവിടെ മൊത്തം നാട്ടുകാരും കൂടി ഇവിടെ കിടന്ന് ഇവർ മൊത്തം അലുമ്പും ഭയങ്കര പരിപാടി. അപ്പം ഇവർ പറയണമെന്ന് വെച്ചാൽ ഇവർക്ക് 1 കോടി രൂപ വേണമെന്നാണ് ഇപ്പോൾ പറയണത്. ഇവർക്ക് വട്ടാണ്. പോലീസിൻ്റെ കയ്യിലൊന്നും നിന്നില്ല. ഞങ്ങൾ 2 ദിവസം മുമ്പ് രാത്രി പോലീസ് സ്റ്റേഷനിൽ കിടന്ന് അമ്മാതിരി അലുമ്പ് കാണിച്ച് അവിടെ കിടന്ന് ഉള്ള പോലീസുകാരെയൊക്കെ തള്ളയ്ക്കും വിളിച്ച് നമുക്ക് മാനസികാശുപത്രിയിലാക്കാം സാർ. അതേ നടക്കുള്ളൂ. മാനസികാശുപത്രി അല്ലെ നമ്മളെല്ലാ സാധനമുണ്ട്, തെളിവുണ്ട്. ഇനി പേടിക്കണ്ട. പോലീസുകാരുടെ അടുത്ത് തന്നെ പറഞ്ഞത് ശരി. അവരെ കയ്യിൽ നിൽക്കില്ല. ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്നെ തള്ളക്കി വിളിച്ച്, എനിക്ക് അതൊന്നും കുഴപ്പമില്ല, എന്നെ തള്ളക്കി വിളിച്ചത് എന്നെ അടിക്കാൻ വേണ്ടി, എറിയാൻ വേണ്ടി കല്ല് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന കല്ലെടുത്താണ് ഇവരെന്നെ എറിയാൻ വേണ്ടി വന്നത്. ഞാൻ ഇവിടെ നാട്ടുകാരെല്ലാം കണ്ടുപിടിക്കുകയാണ്. ഈ കാണുന്ന കല്ലെടുത്താണ് ഇവരെന്നെ എറിയാൻ വേണ്ടി വന്നത്. നിങ്ങൾ പറ, ഞാൻ പിടിച്ചു മാറ്റിയാൽ എന്തിനാണ് തെറ്റ്? ദയവേത് ഈ കേസിൽ നാളെ ഒരാൾക്കും എൻ്റെ അടുത്തൊരു തെറ്റിദ്ധാരണ തോന്നണ്ട. ഇവർ മുഴുത്തം വട്ടുള്ള ആളാണ്. ഇതെനിക്ക് ആരോടായിരുന്നു. പിന്നെ അധികാരികളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പറ്റുവാണെങ്കിലുണ്ടെങ്കിൽ ഈ 3 മക്കൾ ഇവരവിടെ സേഫ് അല്ല. ഇവരെന്ത് വേണം ചെയ്യും. നിങ്ങൾ എവിടെയെങ്കിലും ഇവരെ ഒന്ന് സേഫാക്കി മാറ്റിയില്ലെങ്കിൽ ഈ 3 കൊച്ചു പിള്ളേരെ ഇവർ കൊല്ലും, ഉറപ്പാണ്. നമ്മളിത് എങ്ങനെയെങ്കിലും സർക്കാർ സെറ്റപ്പിൽ ഇവരെ മാനസികാരോഗ്യത്തിൽ എത്തിക്കണം. അതുപോലെ തന്നെ ഈ 3 പിള്ളേരെ ചൈൽഡ് ലൈനിൽ എവിടെയെങ്കിലും ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് തൊട്ടടുത്തുള്ള ആരൊക്കെ വന്നിട്ട് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് രാഷ്ട്രീയം കേട്ടണത്. എൻ്റെ പൊന്ന് സഹാക്കന്മാരെ, ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കല്ലേ. ഷാലുവിനെതിരെ നിരവധി പേർ വീഡിയോ ഇടുന്നുണ്ട്. മാനസികാസുഖമുള്ള സ്ത്രീയെ നിലത്തിട്ട് വലിച്ചിഴയ്ക്കുന്നതും കൈപിടിച്ച് തിരിക്കുന്നതും ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ് ചിലർ കമൻ്റായി രേഖപ്പെടുത്തുന്നത്. നേരത്തെ നമ്മൾ ഷാലുപ്പേടിനെ ശ്രദ്ധിച്ചത് ബിഗ് ബോസ് താരം റോബിനുമായിട്ടുള്ള ചില വിഷയങ്ങളിലാണ്. ഇപ്പം ഷാലുപ്പേടിന് നേരെ ആരോപണം വരുന്നത് ഇതേ സമയത്ത് തന്നെ റോബിൻ മറ്റുള്ളവരിൽ നിന്നും പൈസ തട്ടിച്ചു എന്ന് പറയുന്ന ഒരു ആരോപണമായി വേദിക് ലക്ഷ്മി അടക്കമുള്ളവർ വന്നിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഷാലുപ്പേട് ഒരു നല്ല വ്യക്തിയാണോ? അദ്ദേഹം ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണോ നിങ്ങൾ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഓക്കെ, കമൻ്റായിട്ടിടുക.